ഹായ് ഗായ്സ്, ഞാൻ നെയിൽ ചെയ്യാറുണ്ട്, നഖമുണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി വീഡിയോ കൂടി എടുത്താലോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചെയ്തു. ഒന്ന് ഹാർട്ടിൻ്റെ ഞാൻ സ്ക്വയർ വരച്ചിട്ട് എനിക്കിഷ്ടമല്ല പിക്ചേഴ്സ് വരയ്ക്കാം. ഞാൻ ഹാർട്ടിൻ്റെയും ബ്ലൂബെറിൻ്റെയും വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെറിൻ്റെ വരയ്ക്കണം. ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ, ഇനി ഞാൻ കുറച്ചും കൂടി വരയ്ക്കാണ്. ഞാൻ ഈ വരച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാതും ചെയ്തോളൂ. ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ വരക്കാനും ബ്ലൂബെറി വരക്കാനും ഹാർട്ട് വരക്കാനൊന്നും നിങ്ങളെ പഠിപ്പിക്കണ്ടേ. എൻ്റെ വീഡിയോയിൽ ഞാൻ കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയപ്പോൾ അതേമാതിരി കിട്ടുകയാണ്. അതേമാതിരി കുറേ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ വെച്ചിട്ട് ഇതാ ഈ ബ്ലൂവിൻ്റെ ഇവിടെ കൊടുത്ത മാതിരി കൊടുക്കാം. ഇത് ചമ്മി പോയിക്കൊണ്ട് ഇതിൻ്റെ ബ്രഷ്, അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയി തന്നെ എടുക്കണം. നിങ്ങൾക്ക് കഴിയണ മാതിരി എടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് ഇനി പിക്ചർ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന മാതിരി പേപ്പർ കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്താൽ മതി. ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇപ്പോൾ ഏതുണ്ടാക്കുന്നതാണ് എൻ്റെ ആലോചന. അടുത്തത് പിന്നെ ഞാൻ കരുതി ഗ്രേപ്സ് വരക്കാണ്. അപ്പോൾ ഞാൻ പർപ്പിൾ പെൻസിൽ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പർപ്പിളായിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ പർപ്പിളായിട്ട് ഇതും ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രേപ്സ് വരക്കുന്നതൊന്നും കുറേ വീഡിയോയിൽ സെർച്ച് ചെയ്താലും കിട്ടുന്നുണ്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പെൻസിൽ കളറിലേൽ അത് വെച്ച് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വരക്കണ്ടെങ്കിൽ വരക്കണ്ടാന്ന്. ഞാൻ അവിടെ ഇവിടെ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അവിടെ ഇവിടെ ആയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടതും. ഇത് ഞാൻ ചെയ്ത് തീരുന്ന മുമ്പ് ലൈക്കൊക്കെ ചെയ്യണമേ. ഞാൻ ആകെ കുറച്ച് അവിടെ ഇവിടെ വിട്ടിട്ടോ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടത് അപ്പോഴൊരു പെർഫെക്റ്റ് കിട്ടുക. അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഈ കൊളാവാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനും ഇതുപോലെ ഗ്രീനായിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഫ്രൂട്ട്സാണ് എനിക്ക് കൂടുതൽ വരയ്ക്കാനറിയാം. അതുകൊണ്ടാണ് ഫ്രൂട്ട്സ് ഞാൻ വരക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാറൊക്കെ വരയ്ക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതും വരച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ സ്റ്റാർ കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ അത് ചെയ്യാം. അപ്പം നമുക്ക് യെല്ലോ കളർ എടുക്കാം. അപ്പോൾ ഗായ്സ്, യെല്ലോ സ്കെച്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് പേപ്പറിലെ യെല്ലോ സ്കെച്ച് വെച്ച് ചെയ്യാം. ഇനി സ്റ്റാർ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്റ്റാർ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരേപോലെ എല്ലാതും കിട്ടൂല കേട്ടോ. എന്തും എനിക്ക് അങ്ങനെ ഒരേപോലെ കിട്ടൂല. കുറച്ച് കൊള്ളായിട്ടൊക്കെ കിട്ടി എനിക്ക്. പക്ഷേ കാരണം വെച്ചാൽ ഞാനല്ലേ വയ്ക്കുന്നത്. ആണ് ഇങ്ങനെ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പറും കൂടി ഉണ്ട്. ചിലപ്പോൾ 5ൻ്റെ മുകൾക്ക് വയ്ക്കും, ചിലപ്പോൾ 5ൻ്റെ താഴത്തേക്ക് വയ്ക്കാറാം. ഇനി ഇതിൽ എന്ത് വരയ്ക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ക്ലൗഡ് വരയ്ക്കുകയാണ്. ക്ലൗഡാണ് ഞാൻ വരയ്ക്കുന്നത്. ബ്ലൂ കളർ ഞാനെടുത്ത് ക്ലൗഡ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഞാൻ ക്ലൗഡിൻ്റെ അകത്താണ് ബ്ലൂ കളർ കൊടുക്കുന്നത്. എനിക്ക് മടിയാണ് ഈ കളറൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പെർഫെക്റ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾ കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി എന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ടെന്ന് വെച്ചോ. ഞാൻ വൈറ്റ് കാണുന്ന രീതിയിലാട്ടോ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഞാൻ വരച്ചിട്ടില്ലേ. ഇതിൻ്റെ അകത്ത് ബ്ലൂ കൊടുത്താൽ മതി. എല്ലാത്തിൻ്റെ അകത്തും ബ്ലൂ കൊടുക്കട്ടെ. ഞാൻ കൊടുക്കണ നേരത്തെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കണേ. അപ്പം ഞാനിങ്ങനെ കൊടുക്കുകയാണ്. അറിയില്ലാത്ത കാര്യങ്ങൾ വരെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്.
ഞാൻ പറയുന്നത് എന്താ പോലെ എനിക്ക് തന്നെ മനസ്സിലാവണില്ല ചില സമയത്ത്. എന്തായാലും ഇപ്പം എന്താ, നമുക്ക് വീഡിയോ ഇട്ടാൽ പോരെ, നിങ്ങൾക്ക് കണ്ടാലും മതിയില്ലേ. ഞങ്ങൾ വീഡിയോ ഇട്ടാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഇപ്പം നെറ്റില്ലാത്ത സമയത്ത് വരെ, നെറ്റ് ഉണ്ടെങ്കിലും നെറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റൂല കേട്ടോ ഞങ്ങളെ വീഡിയോ ഒന്നും. പറഞ്ഞിട്ട് കാര്യമില്ല, യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായതാണ്, പക്ഷെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഞാനും ഒക്കെ യൂട്യൂബ് കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും യൂട്യൂബറൊന്നല്ല, ഞാൻ എല്ലാതും ചെയ്തതാണ്. യൂട്യൂബർ വെച്ച വലിയ വലിയ ആൾക്കാരൊക്കെ കാരണം ഞാൻ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പം ഞാൻ കൊണ്ടുവരികയാണ്. ചില സമയത്ത് മറന്നു പോകുന്നത് എങ്ങനെ ചെയ്യേണ്ടത് വരെ. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിൽ കൊണ്ടുവരണം. കോണുണ്ടാവണം കേട്ടോ, കോണ് വേണം. എത്ര റോളാക്കിയിട്ട് കൊണ്ട് കിട്ടുന്നില്ല. ഇങ്ങനെ റോളാക്കരുത്, ഇവിടുന്ന് ഇങ്ങനെ റോളാക്കണം, അതാണ് വേറെ വിഷയം. ഞാൻ ഫസ്റ്റ് ചെറിയാണ് എടുത്തിട്ടില്ലേ. ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് എനിക്കൊരു സൂചന വന്നോ, എനിക്കൊരു ഡൗട്ട്. അപ്പം ഞാൻ ഈ ഭാഗത്തു നിന്ന് ഞാൻ വേറെ ഷീറ്റ് എടുത്ത് അതിൻ്റെ അവിടെ നിന്ന് താങ്ങി ചുരുട്ടി ആക്കി. ലാസ്റ്റ് കൊളാവാൻ വരെ സാധ്യതയുണ്ട് ഗൈസ്. ഫോൺ ചെറുതായിട്ടൊന്ന് മറിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചുരുട്ടാണ്. ഫോൺ ചെറുതായിട്ട് മറിഞ്ഞ് വെച്ചാൽ എപ്പോഴും അങ്ങനെ തന്നെ കാരണം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു സാധനം വെച്ചാൽ നമ്മൾക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. ഞാനത് കോണാക്കിയപ്പോൾ എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ഇവിടെ ഇങ്ങനൊരു ഓപ്പൺ ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണുള്ളൂ. ഞാൻ മറിച്ച് ഇങ്ങനെ കാരണം ഞാൻ കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പാളിപ്പോയോ എന്നൊരു ഡൗട്ട്. വീണ്ടും ഞാൻ ചെറിയ ഇഷ്ടമുള്ള രീതിയിലല്ലോ നമുക്ക് ഇതും ചെയ്യണ്ടേ. ഇതും അതുപോലെ ചുരുട്ടിയിട്ടുണ്ട്. ഇനി സെല്ലോ ടാപ്പ് ഇവിടെ ഒട്ടിച്ചിട്ടില്ല. അപ്പം നമുക്ക് സെല്ലോ ടാപ്പ് എടുക്കാം. അങ്ങനെ ഗൈസ് സെല്ലോ ടാപ്പിൻ്റെ പീസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇട്ട് വെച്ചാൽ ഇതിങ്ങനെ ഇക്കാരം. ഇതിൻ്റെ അവസ്ഥ ഇതൊന്നുകൂടി ചുരുട്ടിയിട്ട് നമുക്ക് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ചുരുട്ടണയിൽ ഇച്ചിരി പാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കിയാലും ഈ നെയിലിൻ്റെ ഒക്കെ കിട്ടും. എൻ്റേത് നിങ്ങൾ നോക്കണം എന്നൊന്നുമില്ല കേട്ടോ. എൻ്റേത് ചിലപ്പോൾ കൊള്ളായിട്ടില്ല. എൻ്റെ പകുതിയോളം കൊള്ളായിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. നോക്കുമ്പോൾ ഇതിങ്ങനെ കാര്യത്തിലായി. ആദ്യം ഞാൻ ചെയ്തത് ഒന്നുകൂടി റെഡി ആക്കുകയാണ്. ഇതിന് ഈ സെല്ലോ ടാപ്പിന് അതിൻ്റെ ഒട്ടാൻ കുറച്ച് മടിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ നല്ലപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോന്നാവോ അറിയില്ല. ഇനി ഞാൻ ക്ലൗഡിൻ്റെ കേട്ടോ എടുത്തിട്ടുള്ള ക്ലൗഡിൻ്റെ അടുത്ത് ഞാൻ ചുരുട്ടി കൊടുക്കുകയാണ്. ചുരുട്ടി കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചുരുട്ടി കൊടുക്കണം. ഇത് കണ്ടോ, ഇതങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടുന്നില്ല. അതാണ് കാര്യം, വേറെ കാര്യം അതാണ്. ഇത് പെർഫെക്റ്റായി കിട്ടണം. ഇത് ഇങ്ങനെ കൊടുത്ത് ചെറിയ ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ചെറിയ ഗ്യാപ്പ് മറക്കണം. ആ ചെറിയ ഗ്യാപ്പ് എങ്ങനെയാണ് മറക്കുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഞാൻ ആദ്യം ബുദ്ധിയില്ലാത്ത സമയത്ത് ഇതേമാതിരി വീഡിയോ എടുക്കും. എന്നിട്ട് ഹലോ ഗൈസ്, നല്ല മഴയാണ്. നല്ല മഴ പറഞ്ഞാൽ സ്റ്റൈലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ കോമഡീസൊക്കെ പറയുന്നുണ്ടോ. എനിക്ക് അങ്ങനത്തെ കുറുമ്പായിന് അന്ന്. എന്നിട്ട് അത് ഉമ്മച്ചൊക്കെ കണ്ടാൽ
വാട്സപ്പിൽ ഫാമിലി ഗ്രൂപ്പിലിടും. അങ്ങനെയായിരുന്നു. അതൊന്നും ഞാനങ്ങനെ മൈൻഡാക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് ഇതും കോണാക്കി ഞാൻ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 ഉണ്ടാക്കി. ഇനി ഞാൻ ഗ്രേപ്സിൻ്റെ എടുത്തിട്ടുണ്ട്. ഗ്രേപ്സിൻ്റെ എടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കണമെങ്കിൽ ഇതും പാട് തന്നെയാണ് കേട്ടോ. കുറച്ച് പാടാണ്, എന്നാലും നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കും. എന്തൊക്കെ പറയാമെന്ന് പോലും അറിയില്ല. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പാക്കണം നോക്കുന്നുണ്ട്, പക്ഷെ പറ്റൂല. വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തിനാ സ്റ്റോപ്പാക്കണേ? ധൈര്യത്തോടെ എടുക്കുക. നോക്കുമ്പോൾ ഇനി സെല്ലോ ടാപ്പ് കഴിയാറായിക്കണേ. അപ്പോൾ സെല്ലോ ടാപ്പ് എടുത്ത് ഒട്ടിക്കണം. ഇതാണ് അതിൻ്റെ പരിപാടി. ഇതിന് കുറച്ച് ഒട്ടി അടക്കുന്നുണ്ട്. അതിൽ ഓരോ പീസ് എടുത്ത് ഒട്ടിക്കാം. അതാണ് ഇനി ഉള്ള ഓപ്ഷൻ. അപ്പോൾ ചുരുട്ടി കൊടുത്തൊക്കെ അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. കറക്റ്റാക്കി കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിലൊരു മനസ്സമാധാനം കിട്ടില്ല. മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്തൊരു പെർഫെക്റ്റഡ് ആവണം. ഞാനതിന് പെർഫെക്റ്റഡ് ആയിട്ടൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. അങ്ങനെ 4-മത്തതും ചെയ്ത് ഇനി 5-മത്തെയാണ്. ബാക്കി ഒരെണ്ണം നമുക്ക് വെറുതെ ഉണ്ട്. അത് നമുക്ക് പാറ്റേൺ പേപ്പറായി അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഇതും റോൾ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇത് വീതി കുറവായിട്ട് ഞാൻ ഈ സ്റ്റാറിൻ്റെ ആട്ടോ എടുത്ത ചെറിൻ്റെ പാറ്റേൺ പേപ്പർ ആക്കി ഞാനാണ്. ബ്ലൂബെറിൻ്റെ പാറ്റേൺ പേപ്പർ ആക്കി ഞാനാണ്. ബ്ലൂബെറിൻ്റെ പാറ്റേൺ പേപ്പർ എനിക്ക് ഒരുപാടുണ്ട്, എന്നാലും അവിടെ കിടക്കട്ടെ. ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെല്ലോ ടാപ്പ് ഇതിന് കൊടുക്കാം. സെല്ലോ ടാപ്പ് കാണുന്ന പോലും ഇല്ല കേട്ടോ. ഞാൻ സെല്ലോ ടാപ്പ് എടുത്ത് ഇതും പീസാക്കി നോക്കുമ്പോഴത്തേന് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി റോൾ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം ഞാനിതിങ്ങനെ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിക്കാൻ നിന്നപ്പോൾ നോക്കുമ്പോൾ ഇത് മടങ്ങിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞാനത് ഒന്നുകൂടി എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് പറയുന്നതൊക്കെ സ്റ്റക്കാകും കേട്ടോ. ഞാൻ പറയാൻ വന്നാൽ പിന്നെ നിർത്താതെ പറയും ഗായ്സ്. അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് നഖത്തുമ്മന്ന് ഇട്ട് നോക്കാം. ഓരോന്നിട്ട് നോക്കാം. അപ്പോഴല്ലേ എത്ര പെർഫെക്റ്റഡ് ഉണ്ടെന്ന് അറിയുള്ളൂ. ഓരോന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.